നമുക്ക് 2026 പള്ളി പോയി അങ്ങ് തുടങ്ങിയാലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതും കൂടി കൂട്ടിയിട്ട് രണ്ട് വട്ടം മാത്രമാണ് ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പള്ളിയിൽ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതുവരെയും ന്യൂ ഇയറിന് പള്ളിയിൽ പോയിട്ടില്ലേ? ഇല്ല ഗൈസ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ന്യൂ ഇയറിന് പള്ളിയിൽ പോയത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അന്നത്തെ ന്യൂ ഇയർ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ചീത്ത അനുഭവം തന്നുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു ഞാൻ ന്യൂ ഇയറിന് പള്ളിയിൽ പോയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്താല്ലേ ഓരോരോ അന്ധവിശ്വാസങ്ങൾ. ആ അന്ധവിശ്വാസം ഒന്ന് മാറാനായിട്ട് ഞാൻ 2025 വരെ എനിക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ഞാൻ കരുതി ഇക്കൊല്ലം എന്തൊക്കെ വന്നാലും പള്ളി പോയിട്ടേ ഉള്ള കാര്യം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അങ്ങ് ഉണ്ടായിക്കോട്ടെ എന്ന്. അല്ല പിന്നെ അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ വീഡിയോയുടെ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ദുബായിൽ ഏത് പള്ളിയിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിലാണ് കേട്ടോ പോകുന്നത്. ഞാനൊരു ഓർത്തഡോക്സുകാരിയാണ്. അപ്പോൾ നമ്മുടെ പള്ളി ഇവിടെ ഉള്ള സമയത്ത് നമ്മൾ അവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെയാണ് പോവുക? കഴിഞ്ഞ കൊല്ലങ്ങളിലൊന്നും ന്യൂ ഇയറിന് പള്ളി വരാൻ പറ്റാത്ത എൻ്റെ ക്ഷമാപണമൊക്കെ കർത്താവിനോട് പ്രത്യേകം നൽകി. ഇക്കൊല്ലം വരാൻ പറ്റിയതിനും ഉള്ള നന്ദിയും പറഞ്ഞു. അത് മാത്രമല്ല, അടുത്ത വർഷം എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും കഴിഞ്ഞ വർഷം എന്നെ സ്ട്രോങ് ആക്കി നിർത്തിയതുപോലെ ഇക്കൊല്ലവും നീ എൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് ഉണ്ടാവണേന്ന് കർത്താവിനോട് പറഞ്ഞിട്ട് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തീർന്നു വരെ നിൽക്കാനായിട്ട് പറ്റിയില്ല, നമുക്ക് ഫയർ വർക്ക് കാണാൻ പോകണ്ടേ. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. കാരണം ഇപ്പം മെട്രോ പിടിച്ചാലേ അങ്ങ് കരാമലെത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഫയർ വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഈ വീഡിയോ കാണിച്ചൊരു സുഖം.